ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓഡിറ്റ് ഈസ് ഡെറിവേർഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഒഡയർ വിച്ച് മീൻസ് ആൻസർ ടു ഹിയർ. ഓഡിറ്റ് എന്ന വാക്ക് എടുത്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായ ഒഡയറിൽ നിന്നുമാണ്. ഇതിന്റെ അർത്ഥം ടു ഹിയർ എന്നാണ്. The auditor's plan of action is called ആൻസർ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് വർക്കിന്റെ തുടക്കം മുതൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങളുടെ ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. ദ ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് കാൾഡ് ഓഡിറ്റ് പ്രോഗ്രാം. സമ്മറി ഓഫ് ഡിഫക്ട്സ് കണ്ടെയ്ൻസ് ഡാഷ് ടു പാർട്സ്. സമ്മറി ഓഫ് ഡിഫക്ട്സ് കണ്ടെയ്ൻസ് ടു പാർട്സ് എ മേജർ ഡിഫക്ട്സും പാർട്ട് ബി മൈനർ ഡിഫക്ട്സുമാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണ് പാർട്ട് എയിൽ പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ പാർട്ട് ബിയിൽ. ഇന്റേണൽ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ആൻസർ മാനേജിംഗ് കമ്മിറ്റി. ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. സൊസൈറ്റിയിലെ തന്നെ ഒരു സ്റ്റാഫിനെ ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് മാനേജിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. The first auditor of a newly started company are appointed by ആൻസർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു പുതിയ കമ്പനിയിൽ ആദ്യ ഓഡിറ്ററിനെ നിയമിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. എന്നാൽ സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ നിയമിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഡാഷ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ആൻസർ വൗച്ചർ. ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസിന്റെ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് വൗച്ചർ. ഇന്റേണൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൻസർ ഓപ്പറേഷണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റിനെ ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നു. നേരത്തെ പറഞ്ഞു, സൊസൈറ്റിയിലെ സ്റ്റാഫിൽ തന്നെ ഓഡിറ്റ് ചെയ്യുന്നതിനാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്ററിനെ നിയമിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയാണ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹെഡഡ് ബൈ ജോയിന്റ് ഡയറക്ടർ. ഡിസ്ട്രിക്ട് ലെവൽ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹെഡഡ് ബൈ ജോയിന്റ് ഡയറക്ടർ. താലൂക്ക് ലെവലാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഹെഡ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. അക്കൗണ്ടിംഗ്. ഓഡിറ്റിംഗ് ബിഗിൻസ് വെയർ അക്കൗണ്ടിംഗ് എൻഡ്സ്. അക്കൗണ്ടിംഗ് എൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് കഴിയുമ്പോഴാണ് അക്കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാഷ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. ആൻസർ വൗച്ചിങ്. എസെൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് ചോദിച്ചാലും ആൻസർ വൗച്ചിങ് തന്നെയാണ്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസിന്റെയൊക്കെ ഓതന്റിസിറ്റി വെരിഫൈ ചെയ്യുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. കൺകറന്റ് ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടിന്യൂസ് ഓഡിറ്റ്. കൺകറന്റ് ഓഡിറ്റിനെ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നു. ഓഡിറ്റർ ഡെയിലി അല്ലെങ്കിൽ പീരിയോഡിക്കലി സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. The amount payable by a society to the concurrent auditor. ആൻസർ ഓഡിറ്റ് കോസ്റ്റ്. കൺകറന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓഡിറ്റ് എക്സ്പെൻസ് ആണ് ഓഡിറ്റ് കോസ്റ്റ്. യൂണിറ്റ് ഓഡിറ്റ് ആണെങ്കിൽ ഓഡിറ്റ് ഫീയും കൺകറന്റ് ഓഡിറ്റ് ആണെങ്കിൽ ഓഡിറ്റ് കോസ്റ്റും. എ റിട്ടേൺ എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് സെഡ് ടു ബി. ആൻസർ പ്രൈമറി വൗച്ചർ. വൗച്ചറിന്റെ ഒറിജിനൽ കോപ്പിയാണ് പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഫോർ സം സ്പെഷ്യൽ പർപ്പസ് ഈസ് കോൾഡ്. ആൻസർ ഇൻവെസ്റ്റിഗേഷൻ. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സും റെക്കോർഡ്സും എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ആൻ ഓഡിറ്റ് റിപ്പോർട്ട് വിച്ച് കണ്ടെയ്ൻസ് നോ കണ്ടീഷൻസ് ഈസ് കോൾഡ്. ആൻസർ ക്ലീൻ റിപ്പോർട്ട്. ഇറഗുലാരിറ്റീസ് ഒന്നും കാണിക്കാത്ത റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. അതായത് അക്കൗണ്ട്സിൽ ക്രമക്കേടുകളൊന്നും ഉണ്ടാവില്ല, ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. The amount payable by a society to government for conducting audit. ആൻസർ ഓഡിറ്റ് ഫീ. ഓഡിറ്റ് നടത്തിയതിന് ഗവൺമെന്റിലേക്ക് സൊസൈറ്റി അടക്കുന്ന എമൗണ്ടിനെയാണ് ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്. The audit fee of a transport society is calculated on dash. ആൻസർ ഹയർ ചാർജസ്.
The audit fee of a transport society is calculated on higher charges. The auditor of a cooperative society is appointed by dash. Answer general body. DCA പ്രിപ്പയർ ചെയ്ത ഓഡിറ്റർമാരുടെ പാനലിൽ നിന്നും ജനറൽ ബോഡിയാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. Audit classification statement is prepared by dash. Answer auditor. Audit classification statement is prepared by auditor. സൊസൈറ്റി തുടങ്ങി ആദ്യ 2 വർഷത്തേക്ക് സൊസൈറ്റിയെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല. Teaming and ladding is also known as lapping. Teaming and ladding is also known as lapping. ആദ്യ കസ്റ്റമറിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് മിസ്യൂസ് ചെയ്തതിനു ശേഷം സെക്കൻഡ് കസ്റ്റമറിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് ഫസ്റ്റ് കസ്റ്റമറിൽ ക്രെഡിറ്റ് ചെയ്യുകയും പിന്നീട് അങ്ങനെ അത് തുടർന്നു പോരുകയും ചെയ്യുന്നതിനെയാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്. The document and records for audit should be produced by dash within dash from the end of financial year. Chief Executive 1 month. ഓഡിറ്റർക്ക് 1 മാസത്തിനുള്ളിൽ ഡോക്യുമെന്റ് ചീഫ് എക്സിക്യൂട്ടീവ് നൽകിയിരിക്കണം. The work of a staff automatically checked by another staff in a society is called internal check. The work of a staff automatically checked by another staff in a society is called answer internal check. Audit shall be completed within dash from the end of financial year. Answer 6 months. ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. The auditor of a multi-state cooperative society is appointed by answer central registrar. The auditor of a multi-state cooperative society is appointed by central registrar. മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 4ലാണ് സെൻട്രൽ രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഈസ് ഓൾസോ കോൾഡ് ആൻസർ അഡ്വേഴ്സ് റിപ്പോർട്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഈസ് ഓൾസോ കോൾഡ് അഡ്വേഴ്സ് റിപ്പോർട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കും. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. CAG ഈസ് അപ്പോയിന്റഡ് ബൈ ആൻസർ പ്രസിഡന്റ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കണക്കുകൾ പരിശോധിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148ലാണ് CAG കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. When the original voucher is missing, produce copy of the same voucher is called answer collateral voucher. ഒറിജിനൽ വൗച്ചറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ആണ് കൊളാക്ടറൽ വൗച്ചർ. ഒറിജിനൽ വൗച്ചറിനെ പറയുന്നത് പ്രൈമറി വൗച്ചർ എന്നാണ്. Audit report of dash are to be placed before the legislature. Apex societies. Audit report of apex societies are to be placed before the legislature. സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട നിയമസഭയ്ക്ക് മുൻപിലാണ്. Willfully created mistakes are called answer fraud. അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫ്രോഡ്. അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ വിൽഫുള്ളി ക്രിയേറ്റഡ് മിസ്റ്റേക്സ് ആർ കോൾഡ് ഫ്രോഡ്. ഡാഷ് ഈസ് ആൻ ഇന്റേണൽ ഓഡിറ്റ് ഡോക്യുമെന്റ് containing the detailed procedure to be followed by the audit staff. Answer audit manual. ഓഡിറ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഉൾക്കൊള്ളുന്ന രേഖയാണ് ഓഡിറ്റ് മാനുവൽ. The audit that is made compulsory under statute is called answer statutory audit. നിയമപ്രകാരം കമ്പൾസറിയായി നടത്തേണ്ട ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ്, ബാങ്കിങ് കമ്പനീസ് ഓഡിറ്റ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഡാഷ് ഈസ് ആൻ ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്. ആൻസർ ഇന്ററിം ഓഡിറ്റ്. ഇന്ററിം ഓഡിറ്റിന്റെ മെയിൻ പർപ്പസ് ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക എന്നാണ്. 2 ആനുവൽ ഓഡിറ്റുകൾക്കിടയിൽ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഇന്ററിം ഓഡിറ്റ്. Auditor of a cooperative society shall be appointed from the panel approved by dash. Answer DCA. DCA അപ്പോയിന്റ് ചെയ്ത പാനലിൽ നിന്നുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്ററിനെ നിയമിക്കുന്നത്. കോപ്പറേറ്റീവ് ഓഡിറ്റ് അഡോപ്റ്റ് ദ കോഡ് ഓഫ് എത്തിക്സ്
and auditing standards prescribed by dash INDOSAI Act. INDOSAI means International Organization of Supreme Audit Institution. Dash audit is a periodical checkup of business activities and the functions of management. Answer: management audit. Management audit is a periodical checkup of business activities and the functions of management. The audit work involves dash stages. 4 stages. The audit work involves 4 stages. First one, mechanical audit. Second, administrative audit. Third, preparation of financial statement. Fourth, preparation of audit report and summary of defects. The audit conducted to check the correctness of final audit is called answer test audit. കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള സ്പെഷ്യൽ ഓഡിറ്റ് ആണ് ടെസ്റ്റ് ഓഡിറ്റ്. സുപ്പീരിയർ ഓഫീസർ ആയിരിക്കും ടെസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത്. സെക്ഷൻ 63 സബ്സെക്ഷൻ 11 ഓഫ് KCS ആക്ട്. ആൻസർ: ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് അപ്പെക്സ് സൊസൈറ്റി സബ്മിറ്റ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി. സെക്ഷൻ 63 സബ്സെക്ഷൻ 11ലാണ് അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കണമെന്ന് പറയുന്നത്. If an audit is concerned only with the item appearing in the balance sheet, it is called balance sheet audit. ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്നായിരിക്കും. നോർമൽ ഓഡിറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ഡാഷ് ഓഡിറ്റ് ഇംപ്ലൈസ് ത്രൂ എക്സാമിനേഷൻ ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് എ കമ്പനി. ആൻസർ: കോസ്റ്റ് ഓഡിറ്റ്. Cost audit implies through examination of the cost accounting records of a company. Rule 65 of KCS Act deals with answer levy of audit fee. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സൊസൈറ്റി ഗവൺമെന്റിന് നൽകുന്ന ഫീ ആണ് ഓഡിറ്റ് ഫീ. കൺകറന്റ് ഓഡിറ്റേഴ്സിനാണെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് ആണ്. മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീ. ആൻസർ: 1 lakh. ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 രൂപയ്ക്ക് 50 പൈസ എന്ന നിരക്കിലാണ്. ഒരു സൊസൈറ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് ഫീ അടച്ചിരിക്കണം. ദ ഓഫീസർ ഹൂ സൈൻസ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ആൻസർ: ഓഡിറ്റർ. സ്റ്റേറ്റ്മെന്റ്സ് കിട്ടി 4 മാസത്തിനുള്ളിൽ ഓഡിറ്റർ ഓഡിറ്റ് നടത്തി ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് സമർപ്പിച്ചിരിക്കണം. Auditors is only a watchdog, not a bloodhound. This statement denotes the auditor's dash duty. Auditors is only a watchdog, not a bloodhound. This statement denotes the auditor's duty. Dash is one which is carried on at the will of the proprietor of the concern. Answer: voluntary audit. പ്രൊപ്രൈറ്ററുടെ ഇഷ്ടമനുസരിച്ച് നടത്തുന്ന ഓഡിറ്റാണ് വോളണ്ടറി ഓഡിറ്റ്. The book maintained by the audit clerk during the course of audit is called answer: audit notebook. The book maintained by the audit clerk during the course of audit is called audit notebook. Examining the physical existence of asset is known as answer: verification. Examining the physical existence of asset is known as verification. According to audit classification, cooperative societies can be classified into dash types. 4 types. 60% കൂടുതലാണെങ്കിൽ A ക്ലാസും 50 മുതൽ 59 വരെയാണെങ്കിൽ B ക്ലാസും 35 മുതൽ 49 വരെയാണെങ്കിൽ C ക്ലാസും ബിലോ 35 ആണെങ്കിൽ D ക്ലാസ്. The net loss of a cooperative society shows in the dash side of balance sheet, asset side of balance sheet. Net profit ആണെങ്കിൽ liability side. Dash is an important feature of administrative audit. Answer: examination of overdue debt. Dash is an important feature of administrative audit.
ആൻസർ എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്.